തൃപ്പങ്ങോട് ശിവ ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ 3 വര കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈൻ വഴിപാട് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വഴിപാടിൻ്റെ ഇതിലേക്ക് പോവും. ഇപ്പോൾ ഏത് വഴിപാടാണോ, ശംഖാഭിഷേകമാണോ മൃത്യുഞ്ജയ ഹോമമാണോ, അത് ഏതാ വേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മൃത്യുഞ്ജയ ഹോമമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മൃത്യുഞ്ജയ ഹോമം സെലക്ട് ചെയ്തു. പേര്, നക്ഷത്രം, ഏത് ഡേറ്റിലാണോ പൂജ ചെയ്യേണ്ടത് ആ ഡേറ്റ് കൊടുത്തു. ഒന്നിൽ കൂടുതൽ ഹോമം എന്താണെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഷിപ്പിംഗ് മോഡിൽ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കളക്ട് ചെയ്യണമെങ്കിൽ കളക്ട് ഫ്രം ടെമ്പിൾ കൊടുക്കുക, അല്ല പോസ്റ്റാണോ കൊറിയറാണോ വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാൻ പോസ്റ്റാണ് കൊടുക്കുന്നത്. ആഡ് ടു കാർട്ട് കൊടുത്തു. ഇനി കാർട്ട് മേലെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിലോട്ട് പോകാം. അല്ല ഇനിയും നമുക്ക് ആഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും വഴിപാട് ചെയ്യണമെങ്കിൽ ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശംഖാഭിഷേകം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശംഖാഭിഷേകം സെലക്ട് ചെയ്തു. പേര്, നക്ഷത്രം, ഇതുപോലെ ഡേറ്റ്, പ്രസാദം എങ്ങനെ വരണം, എത്ര വഴിപാട് ചെയ്യണം, അതൊക്കെ ഞാൻ കൊടുത്തു. വീണ്ടും ആഡ് ടു കാർട്ട് കൊടുത്തു. ഇനി കാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കി വെരിഫൈ ചെയ്തു എല്ലാം ശരിയാണോ, പേര്, നക്ഷത്രമൊക്കെ നോക്കി പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു. ഇനി ലോഗിൻ ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽസ് അടിക്കുക. അല്ലാച്ചെങ്കിൽ കണ്ടിന്യൂസ് ഗസ്റ്റ് കൊടുത്തിട്ട് ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കുക. ഞാൻ കണ്ടിന്യൂസ് ഗസ്റ്റ് കൊടുത്തു, എന്നിട്ട് പേരും അഡ്രസ്സും എല്ലാം കൊടുത്തു. പേയ്മെൻറ്റിന് HDFC ബാങ്കിൻ്റെ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇത് ഗേറ്റ് വേ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളതുണ്ട്. ഞാൻ UPI പേയ്മെൻറ്റാണ് ചെയ്യണേ. കാർഡ് വേണമെങ്കിൽ കാർഡ് ചെയ്യാം. ഞാൻ സൂപ്പർ മണി എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും. ഇത് കയ്യിൽ വെച്ചാൽ മതി.